Hello friends, welcome back to my channel. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സ്ട്രോബെറി ചീസ് കേക്ക്. ഇനി ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. സ്ട്രോബെറി ചീസ് കേക്ക് ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബെറ്റി ക്രോക്കറിൻ്റെ ചീസ് കേക്ക് മിക്സ് ആണ്. അപ്പോൾ ഈ പാക്കറ്റിൻ്റെ ഉള്ളിൽ അവർ 3 പാക്കറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് 3 സിമ്പിൾ സ്റ്റെപ്സ് വഴിയായിട്ട് നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ പുഡിംഗ് മിക്സ് ആണ്, പിന്നീട് ബ്രെഡ് ക്രംസ്, പിന്നെ ടോപ്പിംഗ്സ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിനുള്ള കംപ്ലീറ്റ് ഇൻസ്ട്രക്ഷൻസ് ഈ ബോക്സിൻ്റെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്, പ്രിപ്പറേഷൻ മെത്തേഡ്. ഇതിനകത്ത് കൂടി നമുക്ക് എക്സ്ട്രാ വേണ്ടതായിട്ടുള്ളത് കുറച്ച് മിൽക്കും കുറച്ച് ബട്ടറുമാണ്. ഇതിന് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കേക്കിന് ഒരു ബേസ് ലെയർ നമുക്ക് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രെഡ് ക്രംസ് എടുക്കുന്നത്. അപ്പോൾ അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ബ്രെഡ് ക്രംസ് നമുക്കൊരു ബൗളിലേക്ക് പകർത്താം. ഇനി ഈ ബ്രെഡ് ക്രംസിലേക്ക് നമുക്കൊരു 90 ഗ്രാം മെൽറ്റഡ് ബട്ടർ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ കേക്കിന് ഒരു സ്പെഷ്യൽ ടേസ്റ്റും കിട്ടും. അതുപോലെ തന്നെ നല്ലൊരു തിക്ക് ബേസ് ലെയർ ഫോം ചെയ്യാനായിട്ടും ഇത് നമുക്ക് ഹെൽപ്പ് ചെയ്യും. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇത് കേക്ക് ഉണ്ടാക്കാൻ പോകുന്ന ഒരു പാത്രത്തിലേക്ക് പകർത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പാത്രത്തിൻ്റെ അടിയിലായിട്ട് ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് സെറ്റ് ചെയ്തിട്ട് വേണം ബേസ് ലെയർ വെക്കാനായിട്ട്. നമ്മൾ പകർത്തുന്ന ആ സ്പൂൺ കൊണ്ട് തന്നെ നന്നായിട്ട് പ്രസ് ചെയ്ത് നല്ല തിക്കായിട്ട് ആ ബേസ് ലെയർ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഇത് ഫ്രിഡ്ജിൽ 15 മിനിറ്റോളം കൂളാവാനായിട്ട് വെക്കാം. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്കിതിൻ്റെ പുഡിംഗ് മിക്സ് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണം. പാലായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇത് ഞാനിപ്പോൾ ഇവിടെ ബ്ലെൻഡർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് സാധാരണ കൈകൊണ്ടും നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അവർ തന്നേക്കുന്ന പുഡിംഗ് മിക്സ് ഞാനിവിടെ പകർത്തിയെടുത്തു. ഇതിലേക്ക് നമ്മൾ 400 ml മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ മിക്സ് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. നന്നായി ബ്ലെൻഡായി നല്ല ക്രീമി ലുക്ക് ആവുന്ന വരെ നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് നല്ല തിക്ക് ക്രീം ലുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന നമ്മുടെ ബ്രെഡ് ക്രംസിൻ്റെ ലെയറിന് മുകളിലായിട്ട് നമുക്കിത് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് സ്പൂണിൻ്റെ താഴെഭാഗം വെച്ചിട്ട് നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കണം. ഇനി അത്യാവശ്യം ലെവൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ കൂൾ ചെയ്യാനായിട്ട് വെക്കാം, ഒന്ന് സെറ്റായി കിട്ടണ വരെ. അപ്പോൾ നന്നായിട്ട് സെറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2 മണിക്കൂറിന് ശേഷം ഞാൻ ഈ കേക്ക് എടുത്തേക്കാണ്. ഇനി ഇത് നമുക്ക് നമ്മുടെ പ്ലേറ്റിലേക്ക് നമുക്ക് ഈ കേക്ക് പകർത്താം. എന്നിട്ട് നമുക്ക് അവർ തന്നിരിക്കുന്ന സ്ട്രോബെറി ടോപ്പിങ്സ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ സ്റ്റേജ്. അപ്പോൾ 3 സിമ്പിൾ സ്റ്റെപ്സേ ഇതിനുള്ളൂ. ആദ്യം നമ്മൾ ബ്രെഡ് ക്രംസ് സെറ്റ് ചെയ്യുന്നു, പിന്നെ നമ്മൾ പുഡിംഗ് മിക്സ് റെഡിയാക്കുന്നു, അതിനുശേഷം നമ്മൾ ടോപ്പിങ്ങിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും, ഒന്ന് സെറ്റായിട്ട് നല്ല ടേസ്റ്റി ലുക്കായിട്ട് കിട്ടും.
അപ്പോൾ ടോപ്പിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിനെ സ്ട്രോബെറീസ് ഒക്കെ വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇതാണ് നമ്മുടെ സ്ട്രോബെറി ചീസ് കേക്ക്. നല്ല സൂപ്പർ ടേസ്റ്റ് സ്ട്രോബെറി ചീസ് കേക്കാണ്. നമുക്ക് പുറത്തൊക്കെ പോയിട്ട് നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ സെയിം ടേസ്റ്റ് തന്നെയാണ് ഇതിന്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ട് 3 സിമ്പിൾ സ്റ്റെപ്സ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും സിമ്പിൾ റെസിപ്പി കേക്കാണിത്. കാണുമ്പോൾ തന്നെ എന്തൊരു ഭംഗിയാലേ, അതുപോലെ തന്നെയാണ് ടേസ്റ്റും. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പ്ലീസ് ടു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ യുവർ കമൻറ്റ്സ്. സ്റ്റേ സേഫ്, സ്റ്റേ ഹാപ്പി. ബൈ.